ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധ കോടതിയിലേക്ക് വരികയാണ്. എന്നിട്ട് വേദന എടുത്ത് വന്നിരിക്കുന്നുണ്ട്. വേഗം തന്നെ എഴുന്നേറ്റ് പോവുകയാണ് അവിടുന്ന്. അപ്പോൾ രാധ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. രാധ നല്ല സങ്കടത്തിലാണ്. അപ്പോൾ രാധയാണെന്നുണ്ടെങ്കിൽ വേദനയോട് അപേക്ഷിക്കുകയാണ് കേട്ടോ. വിക്രമിനെതിരെ സാക്ഷി പറയരുത്, സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രമേട്ടൻ ജയിലിൽ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. വേദ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാനിത് തീരുമാനിച്ചിറങ്ങിയതാണ്, ഞാൻ കണ്ട കാര്യമാണ് തുറന്നു പറഞ്ഞത്, ഞാൻ പറയുന്നത് നോണയൊന്നുമല്ല എന്നുള്ള കാര്യമൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ വേദ രാധയോട് തീർത്തും പറയാണ്, ഞാൻ ഉറപ്പായിട്ടും വിക്രമിനെതിരെ സാക്ഷി പറയുന്നു. അങ്ങനെ കോടതിയിൽ വെച്ചിട്ട് കമലാമ്മയും വേദയും തമ്മിൽ മുഖാമുഖം കാണുകയാണ്. അങ്ങനെ വക്കീലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, വേദയോട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാസവൻ വക്കീലല്ല, വാസവൻ MLA ആണ് കേട്ടോ, തെറ്റിപ്പോയതാണ്. അപ്പോൾ MLA വന്നിട്ടും മറ്റേ മൊഴിയിൽ നിന്ന് മാറരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ സാക്ഷി പറയാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വക്കീലൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ ആളെ തന്നെയാണോ കണ്ടത്, ഈ വിക്രമിനെ തന്നെയാണോ കണ്ടത്, ഇങ്ങനെ ഇയാളാണോ തല്ലിച്ചതയ്ക്കാൻ നോക്കിയത്, തല്ലിക്കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറയുമ്പോൾ അതെ ഇയാൾ തന്നെയാണ്, ഞാൻ കണ്ടതാണ് എന്നുള്ളത് ഉറപ്പിച്ച് വേദ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രമിന് ജാമ്യം നിഷേധിക്കുകയാണ്. ഇത് കാണുമ്പോൾ കമലാമ്മയ്ക്കും അതുപോലെ ശ്രീജയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്ത് കമലാമ്മയുടെ അടുത്തേക്ക് വേദ ചെല്ലുമ്പോൾ കമലാമ്മ വേദന കൈയൊക്കെ തട്ടി മാറ്റി ഭയങ്കര പാക്കയോട് കൂടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വേദ കയറി പോകാൻ പോകുമ്പോൾ നന്ദിനി വേദന പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുന്നത്, നിനക്ക് എന്ത് അധികാരത്തിലാണ് നീ ഈ വീട്ടിലേക്ക് കയറി പോകുന്നത് എന്നൊക്കെ ചോദിച്ച് ആകെ അപമാനിക്കുകയാണ് കേട്ടോ വേദന. ഇതേസമയം വേദ അകത്തേക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നീട് രാത്രി മാഷ് വന്നിട്ട് വേദനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ മാഷിൻ്റെ മുന്നിൽ മനസ്സ് തുറക്കാണ്. സുധാകരൻ മാഷിൻ്റെ മകൻ വിക്രമിനെ എനിക്ക് ഇഷ്ടമാണ്, ആ വിക്രമിൻ്റെ കൂടെ തന്നെ ഈ മരണം വരെ ജീവിക്കാൻ, വിക്രമിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനെനിക്ക് വിക്രമിന് ജീവനോടെ വേണം, അതിനെന്നെ മാഷ് സഹായിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം മാഷക്ക് മനസ്സിലാവാൻ കേട്ടോ, വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേദ ഇങ്ങനൊരു സാക്ഷി പറയണമെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവാൻ കേട്ടോ. അതോടുകൂടിയിട്ട് മാഷും വേദയും കൂടിയിട്ടാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും വീണ്ടും കേസ് മാറ്റി വെച്ച ഒരു ദിവസം വരികയാണ് കേട്ടോ. വീണ്ടും മൊഴി പറയാനായിട്ട് കോടതിയിലേക്ക് വേദ പോകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ചിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവാണ് കേട്ടോ. അതായത് ദർശൻ വക്കീലാണ് വിക്രമിന് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നത്. അത് കണ്ട് ആകെ ഞെട്ടുകയാണ് കേട്ടോ വേദ. കാരണം ദർശൻ വക്കീൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിക്രമിന് ജാമ്യം കിട്ടും, അത് ഏതെങ്കിലും രീതിയിൽ ജാമ്യം മേടിച്ചെടുക്കും. വിക്രമാണെന്നുള്ള ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ. രാമൻ മേനോൻ എന്ന് പറഞ്ഞൊരു വക്കീലായിരുന്നു വിക്രമിന് വേണ്ടി വാദിച്ചിരുന്നത്. പെട്ടെന്ന് ദർശനായപ്പോൾ അത് എല്ലാവർക്കും ഒരു അത്ഭുതമായി മാറുന്നുണ്ട്. എന്തായാലും അന്നത്തെ ദിവസം ജാമ്യം കിട്ടുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നീട് പ്രമോല് കാണിക്കുന്നത് വിക്രമിനെ പോലീസുകാർ പുറത്തേക്ക് കൊണ്ടുപോവുകയും വിക്രമിൻ്റെ കയ്യിലൊരു വാള് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിക്രമിനെ വെടിവെക്കുകയും ചെയ്യുന്നതായിട്ടൊരു ഭാഗം കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രമോല് മുമ്പൊരു ഭാഗം കാണിച്ചിട്ടുണ്ട്. ഇതെന്തായാലും സ്വപ്നമായിരിക്കാനാണ് കേട്ടോ ചാൻസ്. പ്രമോല് വേദനെ തട്ടിക്കൊണ്ടുപോകുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. ഏതായാലും വേദ മൊഴി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ശ്രീനി സാറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും വേദന തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ വാസവൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും കേട്ടോ വേദ മൊഴി പറയാതിരിക്കാൻ. കാരണം വിക്രമിനെ അവർക്ക് പുറത്തു വേണമല്ലോ, അതുകൊണ്ട്. എന്തായാലും വേദന തട്ടിക്കൊണ്ട് പോകുമ്പോൾ മൊഴി പറയാൻ പറ്റാതെ ആവുകയും വിക്രമിന് ജാമ്യം കിട്ടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരാനുള്ള ചാൻസ്. ഇത്രേ പ്രമോല് കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.